പ്രൈം മിനിസ്റ്റർ മോഡി ഫ്രാൻസ് വിസിറ്റ് ചെയ്തതിന് ശേഷം ഫ്രാൻസിലേക്ക് കുട്ടികൾ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സ്റ്റഡി അബ്രോഡിൽ ഫ്രാൻസ് ഒരു പുതിയ മാർക്കറ്റായിട്ട് എമേർജായി വരുന്നുണ്ട്. പക്ഷേ പലർക്കും ഫ്രാൻസ് ഒരു നല്ല രാജ്യമാണോ, അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ കാണും. അപ്പോൾ ഇങ്ങനത്തെ മെസ്സേജുകൾ ഞങ്ങൾക്കും വന്നു തുടങ്ങി. ഞങ്ങൾ ഓസ്ട്രേലിയ ആണ് കൂടുതലും ചെയ്യുന്നത്. ഒരു 90% നമ്മൾ ഡീൽ ചെയ്യുന്ന ഓസ്ട്രേലിയ തന്നെയാണ്. എന്നിരുന്നാലും ഫ്രാൻസിലേക്കുള്ള ഈ ഒരു കുട്ടികളുടെ ക്വസ്റ്റ്യൻസൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നി ഫ്രാൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുകയും ചെയ്യാം. ഫ്രാൻസും കൂടി നമുക്ക് വേണമെങ്കിൽ ചെയ്ത് തുടങ്ങാം എന്ന്. അപ്പോൾ നിങ്ങൾ ഫ്രാൻസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വരുന്ന എപ്പിസോഡുകളിൽ ഞങ്ങൾ കുറച്ച് ഫ്രാൻസിൻ്റെ വീഡിയോസ് കൂടി ആഡ് ചെയ്യാം. ടു ബിഗിൻ വിത്ത്, പ്രൈം മിനിസ്റ്റർ മോഡി ഫ്രാൻസിൽ പോയപ്പോൾ എന്താ പറഞ്ഞത്? ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, മാസ്റ്റേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് 5 കൊല്ലം സ്റ്റേ ബാക്ക് കൊടുക്കാം എന്ന്. പക്ഷേ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഫ്രാൻസിൻ്റെ സൈറ്റിലോ അവിടുത്തെ സ്റ്റഡി അബ്രോഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനിലും ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇങ്ങനൊരു പ്രഖ്യാപനം അവർ തമ്മിലുള്ള മീറ്റിങ്ങിൽ, നാഷണൽ ലീഡേഴ്സ് തമ്മിലുള്ള മീറ്റിങ്ങിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. അതുകൊണ്ടാണ് മോദിജി ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയത്. പക്ഷേ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇല്ലെങ്കിൽ തന്നെ ആർക്കാണ് ഫ്രാൻസ് പറ്റുന്നത്? ഈ 5 കൊല്ലം സ്റ്റേ ബാക്ക് ഇല്ലെങ്കിലും മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്ക് 2 കൊല്ലം സ്റ്റേ ബാക്ക് കിട്ടും. ബാച്ചിലേഴ്സ് പഠിക്കുന്നവരാരും ഫ്രാൻസ് നോക്കുകയേ വേണ്ട എന്നാണ് എൻ്റെ സജഷൻ. കാരണം സ്റ്റേ ബാക്കില്ല. മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്ക് മിനിമം 2 ഇയേഴ്സ് ഇപ്പോൾ ഉണ്ട് സ്റ്റേ ബാക്ക്. അത് 5 കൊല്ലമായി ഉയർത്താനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ഫ്രാൻസ് വൈറൽ ടോപ്പിക്കായി മാറിയിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുന്നവർ ഫ്രാൻസിൻ്റെ പ്രോസസ്സിൽ ഒരു എക്സ്പേർട്ടായി മാറുന്ന രീതിയിൽ എൻഡ് ടു എൻഡ് കവർ ചെയ്യാനാണ് നമ്മളുടെ ശ്രമം. 2025 20,000-ഓളം കുട്ടികളെയാണ് ഫ്രാൻസ് വെൽക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 20,000 സ്റ്റുഡൻസിന് ഫ്രാൻസിലേക്ക് പോകാം, ഇന്ത്യയിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ. അപ്പോൾ അത്രയേറെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫ്രാൻസിൽ വരുന്ന ഫീസ് ഏകദേശം 4,000 മുതൽ 30,000 യൂറോസ് വരെയാണ് ഒരു വർഷത്തെ ഫീസ്. അപ്പോൾ €1 ഏകദേശം 80-85 വാല്യൂ. അപ്പോൾ ഇത്രയുമാണ് ഒരു വർഷത്തെ ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം അല്ലേ. ഇത് ഇൻറ്റു 80 അല്ലെങ്കിൽ 85 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എത്രയാണ് ഫ്രാൻസിലേക്കുള്ള ഒരു വർഷത്തെ ഫീസ് എന്ന്. ഫ്രാൻസിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ നോളജ് ആവശ്യമല്ല. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ്. ഫ്രഞ്ച് പഠിക്കണോ എനിക്ക് ഫ്രാൻസിലേക്ക് പോകാനായിട്ട്? വേണ്ട, ഇംഗ്ലീഷ് ലാംഗ്വേജ് നോളജ് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അത് വെച്ച് നമുക്ക് ഫ്രാൻസിലേക്ക് പോകാം. അപ്പോൾ IELTS മാൻഡേറ്ററി ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. വേണ്ട, ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് നിങ്ങൾ പഠിച്ചത്. നിങ്ങളുടെ കരിക്കുലം, നിങ്ങളുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, നിങ്ങളുടെ പ്രീവിയസ് ഡിഗ്രി, അതായത് ബാച്ചിലേഴ്സൊക്കെ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എന്നുള്ള ഒരു ലെറ്റർ കൊടുത്താൽ മതി. IELTS നിങ്ങൾക്ക് വേവർ ലഭിക്കുന്നതാണ്. ഇംഗ്ലീഷ് പ്രോഗ്രാം എങ്ങനെ ഫിൽട്ടർ ചെയ്യാം? അതായത് ഫ്രാൻസിൽ ഫ്രഞ്ച് പ്രോഗ്രാംസും ഉണ്ട്, ഇംഗ്ലീഷ് പ്രോഗ്രാംസും ഉണ്ട്. അതിൽ ഇംഗ്ലീഷ് പ്രോഗ്രാംസ് തന്നെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ക്യാമ്പസ് ഫ്രാൻസ്, എറ്റുഡേ ഇൻ ഫ്രാൻസ് എന്ന് പറഞ്ഞ ഈ 2 സൈറ്റിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രോഗ്രാംസ് ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രാൻസിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് നമുക്ക് 3 സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. സ്റ്റെപ്പ് 1, ആപ്ലിക്കേഷൻ ത്രൂ ആൻ ഏജൻസി ടു യൂണിവേഴ്സിറ്റി. 5 ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ഫ്രാൻസിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ളത്. എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ്, CV, മോട്ടിവേഷൻ ലെറ്റർ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, IELTS സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സർട്ടിഫിക്കറ്റ്. ഈ 5 ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയെന്ന് പറയാം. അതായത് യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഈ 5 കാര്യങ്ങൾ മതി. സ്റ്റെപ്പ് 2, ഇൻ്റർവ്യൂ വിത്ത് ഫ്രാൻസ് വിസ ഓഫീസ്. ഫ്രാൻസിൻ്റെ വിസ ഓഫീസ് ഇന്ത്യയിൽ കാണും. അവിടെ പോയി നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ടതാണ്. ഇതാണ് സ്റ്റെപ്പ് 2. ഇത് ക്ലിയർ ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്യുള്ളൂ. സ്റ്റെപ്പ് 3, വിസ ആപ്ലിക്കേഷൻ ത്രൂ വിസ ഫ്രാൻസ് വെബ്സൈറ്റ്. ഇവിടെ ലിവിങ് എക്സ്പെൻസ് നമുക്ക് കാണിക്കേണ്ടി വരും. അത് ഏകദേശം €650 പെർ മന്താണ്. €8,000 ഫോർ ആൻ ഇയർ. ട്യൂഷൻ ഫീസ് 25,000-നും 30,000 ഇടയ്ക്കാണ്. അപ്പോൾ നമുക്കങ്ങനെ മൊത്തം കാണിക്കേണ്ടി വരുന്ന ഫണ്ട് €38,000 ആയിരിക്കും. €8,000 നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഫണ്ടായിട്ടും €30,000 ആണ് നിങ്ങളുടെ ട്യൂഷൻ ഫീ എങ്കിൽ അത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് €38,000 ആണ് നിങ്ങൾക്ക് ഫണ്ടായിട്ട് കാണിക്കേണ്ടി വരുന്നത്. മേജർ സ്കോളർഷിപ്സ്, EFL സ്കോളർഷിപ്പ്, ഷാപാക് സ്കോളർഷിപ്പ്, മോക്പ സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫുൾ ഫണ്ടിങ് വേണമെങ്കിലും ലഭിക്കുന്നതാണ്. പാർട്ട് ടൈം ജോബിനെ പറ്റി പറയുകയാണെങ്കിൽ 964 hours പെർ ഇയർ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഈ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസും ആക്ച്വലി 964 hours എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ ആവശ്യത്തിന് നമ്പർ ഓഫ് അവേഴ്സ് ഉണ്ട്. പിന്നെ ഒരു
ഡ്രോബാക്ക് ഉള്ളത്, ഇവിടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഓസ്ട്രേലിയയോ കാനഡയൊക്കെ പോലെ ഫ്ലെക്സിബിൾ അല്ല ടൈം അവേഴ്സ്. നല്ല രീതിയിൽ ഇന്ത്യയിലെ പോലത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്ലാസ്സുകൾ കാണും. ഡിപ്പെൻസ് അപ്പോൺ ദ പ്രൊഫസർ. അവർ എത്ര സമയം എടുക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പം ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ ഇപ്പം കൂടുതലായിട്ടാണ് നമ്മൾ ഫ്രാൻസിനെ പറ്റി കേൾക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാനായിട്ട് അധികം സമയം കിട്ടത്തില്ല. പിന്നെ ഒരു ഗുണമുള്ളത്, ക്ലാസ്സിന് ഇത്രയും ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൻ്റെ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനും കവർ ചെയ്യാനും ഒക്കെ സാധിച്ചേക്കാം. അഡ്വാൻറ്റേജസ്, കൾച്ചർ. നല്ല കൾച്ചറാണ് ഫ്രാൻസിലുള്ളത്. ഫ്രാൻസിൽ പോയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു നല്ല അഡ്വാൻറ്റേജ് അതാണ്. 2 ഷെങ്കൻ കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ 28 യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോയി പഠിക്കാനും അവിടെ യാത്ര ചെയ്യാനും ഒക്കെ സാധിക്കും. അവിടെ വർക്ക് ചെയ്യാനും സാധിക്കും. QS റാങ്കിങ്ങിൽ 5th ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളത് ഫ്രാൻസിനാണ്. നമ്മൾ ടോപ്പ് കൺട്രീസിൻ്റെ കൂടെ ഇതിൻ്റെ പേര് കേൾക്കാത്തത് എനിക്കൊരു തോന്നുന്നു ഒരു പക്ഷേ ഫ്രാൻസിൽ കൂടുതലും ഫ്രഞ്ച് എഡ്യൂക്കേഷൻ ആയതുകൊണ്ടാണ്. എന്നാൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അവർ പ്രൊമോട്ട് ചെയ്യാൻ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ PR പറ്റി പറയുകയാണെങ്കിൽ 5 years വിത്ത് എ മിനിമം ആനുവൽ ഇൻകം ഉള്ളവർക്കാണ് ഫ്രാൻസിൽ PR കിട്ടുക. 2,900 euro മന്ത്ലി സാലറി എങ്കിലും വേണ്ടി വരും. RNCP CGA അക്രഡിറ്റഡ് ആയിട്ടുള്ള ബിസിനസ് സ്കൂളിലോ യൂണിവേഴ്സിറ്റിയിലായിരിക്കണം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. പിന്നെ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി കാണിക്കേണ്ടതുണ്ട്. സ്റ്റേ ബാക്ക് കറൻ്റ്ലി 2 വർഷമാണ്. അപ്പോൾ ഈ സ്റ്റേ ബാക്കിൻ്റെ ആദ്യത്തെ വർഷം നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വർക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ടൈം പീരീഡ് ആണല്ലേ. ആ പീരീഡിൽ ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് മാർക്ക്ഡ് എംപ്ലോയി ആയി മാറാൻ സാധിക്കണം. 1 ഇയറിൻ്റെ വിസയാണ്. അപ്പം നിങ്ങൾക്കത് ലോക്കൽ പെർഫെക്ച്വറിൽ പോയിട്ട് ചേഞ്ച് ഓഫ് സ്റ്റാറ്റസിന് അപ്ലൈ ചെയ്യുക. ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് മാർക്ക്ഡ് എംപ്ലോയി ആയിട്ട് 1 ഇയർ വർക്ക് വിസ നേടിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ റിക്വയർമെൻറ്റ് നിങ്ങളുടെ 2 ഇയർ സ്റ്റേ ബാക്ക് പീരീഡിൽ നിങ്ങൾ പഠിച്ച ഫീൽഡിൽ തന്നെ 1.5 times ദ മിനിമം വേജ് ഓഫ് ഫ്രാൻസ്, ഏകദേശം 2,900 euro. അത്രയും യൂറോ നിങ്ങൾക്ക് മന്ത്ലി സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് മാർക്ക്ഡ് എംപ്ലോയി ആയിട്ടുള്ള വിസ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് മാർക്ക്ഡ് എംപ്ലോയി ഈ വിസ സ്റ്റാറ്റസിൽ നിന്നോട് നിങ്ങൾ ഷ്മിക് വേജിൻ്റെ ഡബിൾ വേജ് × 2 അത്രയുമാണ് നിങ്ങൾ വേജ് സാലറി ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാലൻറ്റ് പാസ്പോർട്ട് വിസ ലഭിക്കും. ടാലൻറ്റ് പാസ്പോർട്ട് വിസയാണ് അടുത്ത ഒരു ലെവൽ. അത് 4 വർഷത്തെ വിസയാണ്. അപ്പോൾ 1 ഇയറിന് നമ്മൾ നേരത്തെ കിട്ടിയ വിസയുടെ കൂട്ടത്തിൽ ഈ 4 വർഷത്തെ വിസയും കൂടെ പ്രാപ്തമാക്കിയാൽ ഇങ്ങനെ മൊത്തം 5 കൊല്ലം നിങ്ങൾ ഫ്രാൻസിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. ഈ 5 കൊല്ലം സ്റ്റേ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസിക്ക് എലിജിബിൾ ആവും. 10 വർഷത്തെ വിസ കിട്ടും. അക്കോമഡേഷനെ പറ്റി പറയുകയാണെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻസ് അവർ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. കൈസെ ഡി അലോക്കേഷൻ ഫാമിലിയാസ് എന്ന് പറഞ്ഞിട്ട് CAF വഴി നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റെൻ്റൽ പ്രോപ്പർട്ടീസിലേക്ക് കയറാൻ പറ്റും. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സ്റ്റുഡൻസിനായിട്ട് വളരെ അഫോർഡബിളായിട്ടും ഫ്രീ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ഫുഡ് ബാങ്ക് പോലെ. പക്ഷേ 1.5 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ ഇനീഷ്യൽ മന്ത്സിൽ ഫ്രാൻസിൽ നിങ്ങൾക്ക് ഒരു ജോലി കണ്ടെത്തുന്ന വരെയുള്ള സമയം ഈ ഫുഡ് ബാങ്കിൻ്റെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഫ്രാൻസിൽ ജോലി കിട്ടാനുള്ള വേറൊരു കാര്യം, നിങ്ങൾക്ക് ഫ്രഞ്ച് ലാംഗ്വേജ് അറിയാമെങ്കിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പാർട്ട് ടൈം ജോബ് കിട്ടുള്ളൂ. അപ്പോൾ ഫ്രഞ്ച് പഠിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. പോപ്പുലർ കോഴ്സസ് ഏതാണ് ഫ്രാൻസിലെന്ന് നമുക്ക് നോക്കാം. 6 monthsൻ്റെ ക്ലാസ്സും 6 monthsൻ്റെ ഇൻറ്റേൺഷിപ്പും ഉള്ള മാസ്റ്റേഴ്സ് ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വളരെ പോപ്പുലറായിട്ടുള്ളൊരു കോഴ്സായിരുന്നു. നല്ലൊരു കോഴ്സാണ്. പിന്നെ 2 കൊല്ലത്തെ പ്രോഗ്രാം പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം 2 കൊല്ലം പഠിച്ചാലേ നിങ്ങൾക്ക് അവിടെ ഒരു സമയം കിട്ടത്തുള്ളൂ. ആവശ്യത്തിന് സമയവും നിങ്ങൾ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിച്ചെടുക്കാനും അതിനുശേഷമുള്ള ഒരു സ്റ്റേ ബാക്കിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് 2 കൊല്ലത്തെ കോഴ്സ് പഠിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ നോളജും കിട്ടും. അപ്പോൾ മാസ്റ്റേഴ്സ് ഇൻ ഫാഷൻ മാനേജ്മെൻറ്റും അതുപോലെ മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ഈ 2 പ്രോഗ്രാമാണ് ഫ്രാൻസിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പാഷനുള്ള ആൾക്കാർ വേൾഡിന് തന്നെ ഫാഷൻ ക്യാപിറ്റലായിട്ടെന്ന് പറയുന്നത് നമ്മുടെ പാരീസ് ഫ്രാൻസിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഫ്രാൻസിലെ ഫാഷൻ സ്റ്റഡീസും മാനേജ്മെൻറ്റ് സ്റ്റഡീസിനും ഒക്കെ ഒത്തിരി നല്ല സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തുടർന്നും ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് വരണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമല്ലോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക്. ഫ്രാൻസ് നോക്കുന്ന കൂട്ടുകാർക്ക് തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. തുടർന്നും മറ്റ് രാജ്യങ്ങളുടെ വീഡിയോസുമൊക്കെ നമ്മുടെ ഈ ചാനലിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വീണ്ടും കാണുമ്പോഴേക്കും ദിസ് ഈസ് ജസ്വിൻ സൈനിങ് ഔട്ട്. ബൈ.